എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഒന്നാം ഘട്ടം നാടിന് സമർപ്പിച്ചു. സഹജീവനം സ്നേഹഗ്രാമം സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുളിയാറിലെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമായ സഹജീവനം സ്നേഹഗ്രാമത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് തുറന്നത്. കേരളത്തിന്റെ മാതൃകാ പദ്ധതിയാണിതെന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഹൈഡ്രോതെറാപ്പി യൂണിറ്റ്, ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കുമാണ് ഇനി 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഫോസ്റ്റർ കെയർ ഹോമാണ് പണിയാനുള്ളത്. തീവ്ര ഭിന്നശേഷി അനുഭവിക്കുന്ന കുട്ടികൾക്ക് 24 മണിക്കൂർ പരിചരണം ആവശ്യമുള്ള സാഹചര്യത്തിൽ അവരെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 ബെഡ്റൂമുള്ള 4 വാർഡുകൾ, അതുപോലെ ഭിന്നശേഷി സൗഹാർദ്ദപരമായ ടോയ്ലറ്റുകൾ, പൂന്തോട്ടം, അതൊക്കെ ഫോസ്റ്റർ കെയർ ഹോമിന്റെ ഭാഗമായിരിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസമാണ് സഹജീവനം സ്നേഹഗ്രാമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2022 മെയ്യിലാണ് പുനരധിവാസ ഗ്രാമം നിർമ്മാണം തുടങ്ങിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം. 58 കോടി രൂപ ചിലവഴിച്ച് 25 ഏക്കർ സ്ഥലത്താണ് ദുരിതബാധിതർക്കായി പുനരധിവാസ ഗ്രാമം ഒരുക്കുന്നത്. ബദിയടുക്ക മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററും മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ 10 ബഡ് സ്കൂളുകളാണ് MRCകളാക്കി ഉയർത്തുന്നത്. ആദ്യഘട്ടത്തിൽ 6ഉം രണ്ടാം ഘട്ടത്തിൽ 4 ബഡ് സ്കൂളുകളെ MRCകളാക്കി ഉയർത്തും. കൈരളി ന്യൂസ്, കാസർഗോഡ്.